ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാ വീഡിയോസും ഇടുമ്പോൾ വിചാരിക്കും ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ. പിന്നെ ഓരോ സാഹചര്യങ്ങൾ കാരണം വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ആ കുട്ടി ഓടി വരികയാണ്, ഒരുത്തൻ പിന്നാലെ കത്തി ഒരു ആയുധം കൊണ്ട് വരുന്നുണ്ട്. ഈ കുട്ടി മുന്നിൽ വന്നിട്ട് അവിടുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് വടി എന്തോ എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അവനായിട്ട് തോന്നിയതാണ് എടുക്കണ്ട, ഉപദ്രവിക്കണ്ട എന്നുള്ളത്. അവനെ ഇടയ്ക്കൊന്ന് വന്ന് എത്തി നോക്കുന്നുണ്ട്, ആ ചെക്കൻ വരുന്നുണ്ടോ, ആ ഗുണ്ടായിസം കാണിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് റോട്ടിൽ ഇറങ്ങിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനും തിരിച്ചങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലൊന്നിൻ്റെ ജീവൻ പോയിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് എന്തുകൊണ്ടോ ഓടി ആ കടക്കകത്ത് കയറി രക്ഷപ്പെടാൻ തോന്നി, ഒളിച്ചിരിക്കാൻ തോന്നി. പക്ഷേ മറ്റവനെ ഒച്ചയും ബഹളം വെച്ചിട്ട് നടന്നു വരുന്നുണ്ട്, കയ്യിലൊരു ആയുധമുണ്ട്. അവൻ ഓരോ ഭീഷണിയൊക്കെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വരികയാണ്. പക്ഷേ അവിടെ ജനങ്ങളത് കണ്ടു. അവിടെ ഓട്ടോ ഡ്രൈവർമാർ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ജനങ്ങൾ കണ്ട് എല്ലാവരും ഓടിക്കൂടുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും. നമ്മുടെ ജംഗ്ഷനിലും നമ്മുടെ സ്ഥലങ്ങളിലും എവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാലും മാറി നിൽക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത് ഒരിക്കലും. ഒരു പക്ഷേ ഈ നാട്ടുകാർ ഇടപെട്ടതുകൊണ്ടായിരിക്കാം ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് കൂടിയിട്ടോ. അപ്പോൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഉപദ്രവിക്കുന്ന മക്കളാണെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് തടയാൻ ശ്രമിക്കാത്തത് എന്താണ്? ഒരു കുട്ടീനെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും എല്ലാം കണ്ടു നിൽക്കുകയല്ലാതെ ആരും പരസ്പരം സഹായിക്കാനോ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ലഹരിയിലാവാം, ചിലപ്പോൾ ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആൾ തന്നെ ആവാം. പക്ഷേ എന്തായാലും ഒരാളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തടയാൻ ശ്രമിക്കാതെ ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ നോക്കി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ മുതിർന്ന ആളുകളും പബ്ലിക്കിൽ വേറെ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴൊക്കെ ഒരാളെ തല്ലിക്കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരാൾ മാത്രം ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ചില ആളുകൾക്ക് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ച് കെട്ടിടാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ മാത്രം ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ആളുകളും ഇതിലേക്ക് ഇറങ്ങാത്തത്. കാരണം ഇനിയിപ്പോൾ അതിന്മേ വല്ല കേസോ പുലിവാലോ വരുമോ എന്നുള്ള പേടിയൊക്കെ കാരണമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മൊബൈൽ, ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ ഇങ്ങനെ നെറ്റും മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ്. പണ്ടത്തെ പോലെ എന്താ ചെയ്തത്, ആരാ ചെയ്തതെന്നുള്ള തെളിവും കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയല്ല. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ പിടിക്കാൻ പറ്റും. അപ്പോൾ പലരും വീഡിയോ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ആൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ നാട്ടുകാർ ചെയ്തത് കണ്ടോ, അത് ഇപ്പോൾ അയാൾ കത്തിയും കൊണ്ട് നടക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കൊല്ലുമെന്നും പറഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തായിരിക്കും കയറുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഇവിടെ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ചിലപ്പോൾ ആ ചെക്കൻ്റെ, ആ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവൻ്റെയും ജീവിതം ഈ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയാണ് സത്യത്തിൽ ചെയ്യണത്. കാരണം വെച്ചാൽ അവന് അപ്പോഴത്തെ ലഹരിയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയിട്ട് ഉപദ്രവിക്കും. പക്ഷേ മറ്റുള്ളവർ തടയുന്ന കാരണം ആ സമയം അവന് ലഹരിയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് അവനെ പിടിച്ച് കെട്ടിയിടെങ്കിലും ചെയ്യുമ്പോൾ ആ ലഹരി ഇറങ്ങുമ്പോഴും ആ കെട്ടിറങ്ങുമ്പോഴും എങ്കിലും അവൻ ചിന്തിക്കുമല്ലോ. അതല്ലെങ്കിൽ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത ജംഗ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിലോ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും ഒരാൾ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അത് നോക്കി നിൽക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഒരാൾ മാത്രം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പലരും ഇത് ആഗ്രഹം ഉണ്ടാവും, ഇറങ്ങി പുറപ്പെട്ട അയാളെ പിടിച്ച് കെട്ടിയിടണമെന്നോ അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് മുതിർന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ചിലപ്പോൾ അതിലുണ്ടാവും, ആ കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇപ്പോൾ ഇവർ ചെയ്ത പോലെ ഒന്ന് ചെയ്യാൻ തയ്യാറാവണം. എങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ ഭാവി, ഒരുപാട് ആളുകളുടെ ഭാവിയൊക്കെ, ജീവനും ജീവിതവും എല്ലാം രക്ഷപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനൊന്ന് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന്. കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ ആൾക്കാർ അവരും അവരെ ശിങ്കിളികളെല്ലാം കൂടി ഒരു 10 പേര് അല്ലെങ്കിൽ 5, 6, 10 ആളുണ്ടെങ്കിൽ പോലും അവിടെ നോക്കി നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നിനും നിൽക്കേണ്ട, അവരെ പിടിച്ചു വെക്കാനെങ്കിലും പറ്റും, പിടിച്ച് കെട്ടിടാനെങ്കിലും ശ്രമിക്കുക എന്ന് പോലീസുകാർ എത്തുന്നത് വരെയെങ്കിലും. അത് കുട്ടികളല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, അവരായിക്കോട്ടെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്.
ഒരാൾ അക്രമം കാണിച്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കരുത്. നമ്മൾ ആ നോക്കി നിൽക്കുന്ന ആ സമയം മതിയാകും വേറെ ആരെങ്കിലും ജീവൻ നിമിഷം ഇല്ലാതാവാൻ. അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലോ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ജംഗ്ഷനിലോ നമ്മുടെ പരിസരത്ത് നമ്മുടെ കൺവെട്ടത്തെ എവിടെയെങ്കിലും വന്നാൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ പറയാം എല്ലാവരും കൂടിയിട്ട് അവനെ പിടിച്ച് കിട്ടടാന്ന് പറയുമ്പോൾ ഒരു 100 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും അതിന് തയ്യാറായി മുന്നോട്ട് വരും. പിടിച്ച് കെട്ടിടാനെങ്കിലും വരും പോലീസുകാർ വരുന്നത് വരെയെങ്കിലും. ഇവരുടെ ഈ അങ്ങാടിയിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരാൾ ഗുണ്ടായിസം കാണിച്ച് വരുമ്പോൾ ചില ആളുകളൊക്കെ ഷട്ടർ താത്തി കടലിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓടിക്കയറിയാലും അതിന് പറ്റാത്ത ചില ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കായിരിക്കും അവരുടെ ജീവനായിരിക്കും ഇവർ കാരണം ഇല്ലാതാവണത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കൺവെട്ടത്തിൽ ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ നാട് നന്നാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവർക്കും ഉപകാരം നമ്മൾ പരസ്പരം തന്നെ ചെയ്യാൻ തയ്യാറാവുക. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ ഒന്നിലേക്കില്ല, ഞാൻ മാറി നിൽക്കണം പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോഴാണ് പല കുടുംബങ്ങളും പല ജീവനുകളും ഇല്ലാതാവണത്. അപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല എന്നുള്ള ഭാവിച്ച് നടക്കരുത്. ആരെങ്കിലും തമ്മിൽ അടിയോ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും ഇടപെടണ്ട, നമുക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അതിലിടപെടാതെ നമ്മൾ അവരെ പിടിച്ച് മാറ്റാതെ നമ്മൾ മാറി ഒഴിഞ്ഞു പോകുമ്പോൾ നാളെ ഈ പ്രശ്നം സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലായിരിക്കും, നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും ആളുകൾ ഒന്നിനും ഇടപെടാതെ മാറി നിൽക്കും. എല്ലാവരും നോക്ക് കുത്തികളായിട്ട് മാറി നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത്. ഏതൊരു കുടുംബത്തിലാണെങ്കിലും ജാതി മതം ആണ് പെണ്ണ് ഒന്നും നോക്കണ്ട. ആരെങ്കിലും ഉപദ്രവിക്കുന്ന അവരത്തെ തെറ്റുണ്ടാവാതിരിക്കട്ടെ. അവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ തല്ലി കൊന്നോട്ടെ എന്ന് വിചാരിക്കരുത് ഒരിക്കലും. അവൻ തെറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവൻ അങ്ങനെ തന്നെ വേണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവനോട് കിട്ടട്ടെ, അവനോട് വെട്ടിക്കൊന്നോട്ടെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തടയാൻ ശ്രമിക്കുക. അവർ നമ്മൾ ഉപദ്രവിക്കുന്നു കാണുമ്പോൾ കുറച്ച് ആളുകൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് കെട്ടാൻ അത്ര വലിയ പണിയൊന്നുമില്ല. അവരുടെ ആഴുതുണ്ടെന്ന് പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു അടി കൊടുത്തിട്ടാണെങ്കിലും പിടിച്ച് കെട്ടിയിടാനെങ്കിലും ശ്രമിക്കുക. കുറേ കുടുംബങ്ങൾ ഇപ്പോൾ 1, 2 അല്ല എത്രയോ കേസുകളാണ് ഇങ്ങനെ വെട്ടിക്കൊന്നു, തലക്കടിച്ച് കൊന്നു, എന്താണ് ഓരോ ദിവസം ഓരോന്ന്. അപ്പോൾ ഒന്നാമത് ആളുകൾ നാട്ടുകാരെ ഇറങ്ങുന്നില്ല എന്നാണ് പറയാനുള്ളത്. നാട്ടുകാരെ ഇറങ്ങി പിടിക്കണം. ഇങ്ങനത്തെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് നടക്കൂല എന്ന് തന്നെ പറയണം. ഒരാളെ ഉപദ്രവിക്കാനൊന്നും സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കരുത്. നമ്മളൊക്കെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അയ്യോ കഷ്ടം, എന്തായാലും ഉമ്മാനെ വെട്ടിക്കൊന്നു, അമ്മനെ അച്ഛനെ കൊന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ മൗനം സമ്മതമാണ്. കാരണം നമ്മളൊക്കെ മൗനമായിട്ട് മിണ്ടാതിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നല്ല അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തെ ചേച്ചീൻ്റെ മകനാണ് അല്ലെങ്കിൽ അപ്പുറത്തെ താത്താൻ്റെ മകനാണ്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മുടെ കൺവെട്ടത്ത് കാണാൻ പറ്റണില്ല. കാരണം നമുക്കെല്ലാവരും ഒരാളെങ്കിലും അവിടെ 10 പേര് നിൽക്കണമെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ എടാ വാടാ ഇവിടെ പിടിച്ച് കെട്ടുന്നെങ്കിലും പറഞ്ഞ് ഒന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ വീട്ടിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ ഈ വീട്ടിനകത്തും ഒച്ചയും ബഹളം ആവശ്യമില്ലാത്ത ബഹളങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അയൽവാസികളാണെങ്കിലും അവരെ അന്വേഷിക്കണം. ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ടെന്നൊക്കെ ചിലർ പറയും, പക്ഷേ ഇടപെട്ടേ മതിയാവുള്ളൂ. കാരണം ഇന്ന് അവരെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലായി പോകും. ഇതൊക്കെ കണ്ടല്ലേ പഠിക്കണത്. എല്ലാം ഒരു പ്രചോദനമാണല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഫ്രണ്ടായിരുന്നു, മറ്റവൻ്റെ ഫ്രണ്ടായിരുന്നു, ഇതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂട്ടത്തോടെ പ്ലാൻ ചെയ്തുകൊണ്ട് കുടുംബം മൊത്തം നശിപ്പിക്കാൻ തീരുമാനിച്ച പോലെയാണ്. ആർക്കെങ്കിലും മരിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം പോയി മരിക്കുക, അല്ലെങ്കിൽ ചാവുക എന്നല്ല. അതേ കുടുംബങ്ങളെയൊന്നും കൊല്ലാതെ നിൽക്കരുത്. അവരൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ച് ഇത്രയും വളർത്തി വലുതാക്കിയ ആളുകളല്ലേ. ഇപ്പോൾ അയൽവക്കത്താണെങ്കിലും ആവശ്യമില്ലാത്ത ഒച്ചയും ബഹളവും മടിയും പിടിയും കേൾക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാനെങ്കിലും ആളുകൾ ശ്രമിക്കുക. അതുപോലെ കൺവെട്ടത്ത് അടിയോ പിടിയോ കാണുമ്പോൾ അത് പിടിച്ച് മാറ്റാനെങ്കിലും ശ്രമിക്കുക. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മാറ്റണം എന്നുണ്ടാവും. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ മാത്രം ഇറങ്ങിയിട്ട് എന്താണ്, എനിക്കും കൂടി പുലിവാലാവുമെന്ന് പേടിച്ചിട്ടാണ് മിക്ക ആളുകളും വരാത്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാളൊന്ന് ഒച്ച ഉയർത്തി ചോദിച്ചാൽ മതി. എല്ലാവരും കൂടിയിട്ട് ഇതിനെ ഇവരെ പിടിച്ച് കെട്ടില്ലേ എന്ന് ചോദിക്കുക. അവർ തെറ്റുകാരോ ആരോ ആവട്ടെ. പക്ഷേ രണ്ടാളും അടിപിടി കൂടി ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നത് നമ്മുടെ നാടിനെ കാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പോൾ ഓരോ വീടുകളാണ്. പണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കണ്ടില്ല. ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലായി, നമ്മുടെ ജില്ലയിലായി, പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലായി, നമ്മുടെ അയൽവക്കത്തായി, നമ്മുടെ വീട്ടിലായി. അപ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ ഇറങ്ങി പുറപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും നോക്കുകുത്തികളായി നോക്കി നിൽക്കരുത്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാളൊന്ന് ഒച്ച ഉയർത്തി ചോദിച്ചാൽ മതി. അപ്പോൾ കുറേ ആളുകൾ മുന്നോട്ട് വരും. ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോസ് കണ്ടില്ലേ, ആ വീഡിയോസിലും അങ്ങനെ തന്നെയല്ലേ കാണിച്ചത്. ഒരുപാട് ആളുകൾ പേടിച്ച് മാറി നിൽക്കുമ്പോൾ കുറച്ച് പേര് ഓടി വരുമ്പോൾ പിന്നെ ഒരുപാട് കൂട്ടത്തോടെ ജനങ്ങൾ ഓടി വന്നില്ലേ. അങ്ങനെ എല്ലാവരും കൂടി കൂടിക്കോളും. ആരും തമ്മിൽ തല്ലുന്നതോ പിടിക്കുന്നതോ കാണുമ്പോൾ ഇടപെടാതെ ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.